നമസ്കാരം. തുടങ്ങുന്നതിന് മുൻപേ ഞാനൊരു കാര്യം എല്ലാവരോടുമായി വ്യക്തമാക്കുകയാണ്. കാരണം ഇനി പറയുന്നത് കേട്ട് ആരും ഞെട്ടാൻ പാടില്ലല്ലോ. ആരും ഇനി നമ്മുടെ നാടിനെ ഓർത്ത് നെടുവീർപ്പിടേണ്ട. സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങുകൾക്കിടയിലും വാർത്തകൾക്കിടയിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥിരം വിലാപമുണ്ട്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഭയങ്കരമാണ്. യുവാക്കൾക്ക് ജോലിയില്ല, രാജ്യം തകർന്നു. ഒപ്പം കുറേ പേർ വലിയൊരു വാദവും മുന്നോട്ട് വയ്ക്കും. ചൈനയെ നോക്കണം, അവിടെ എല്ലാവർക്കും ജോലിയാണ്, എല്ലാവരും ഭയങ്കര സെറ്റിൽഡാണ്. ശരിക്കും അതാണോ സത്യം? നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ സ്വർഗമാണോ ചൈന? അതോ നമ്മുടെ രാജ്യത്തെ വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അനാവശ്യമായി താഴ്ത്തിക്കെട്ടുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം IMFന്റെ ലേറ്റസ്റ്റ് ഡാറ്റയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടും. ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുകളല്ല ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ഏജൻസിയായ IMFന്റെ 2026 ഡാറ്റയാണ്. ഇവിടെയാണ് ചൈനയെ ഇന്ത്യ കടത്തിവെട്ടുന്നത്. ആഗോളതലത്തിൽ തൊഴിലില്ലായ്മയുടെ തോത് പരിശോധിച്ചാൽ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. IMFന്റെ ഈ കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മയുടെ റേറ്റ് 5% താഴെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയും അമേരിക്കയും റഷ്യയും ഒക്കെ വരുന്നത്. കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് 4.9% ചൈനയുടെ നിരക്ക് 5.1%. അതെ, എല്ലാവരും പാടിപ്പുകഴ്ത്തുന്ന ചൈനയിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനി യൂറോപ്പിലേക്ക് കണ്ണോടിച്ചാലോ? ഫ്രാൻസ് 7.9%, ഇറ്റലി 6%, സ്പെയിൻ 9.8%. ഇന്ത്യയേക്കാൾ എത്രയോ മുകളിലാണ് ഈ രാജ്യങ്ങൾ. തൊഴിലില്ലായ്മ എന്നത് ഒരു ആഗോള പ്രതിസന്ധിയാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ശാപമല്ല എന്ന് ചുരുക്കം. ലോകമെമ്പാടും പണപ്പെരുപ്പവും യുദ്ധങ്ങളും വിതച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഇരകളാണ് ഇന്ന് മിക്ക രാജ്യങ്ങളും. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക തകർച്ചയും പലയിടത്തും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. വൻകിട കമ്പനികൾ പോലും ആഗോള സാമ്പത്തിക ഭീഷണി ഭയന്ന് നിയമനങ്ങൾ കുറയ്ക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ചൈനയെ ഇന്ന് വാഴ്ത്തുന്നത്? ചൈനീസ് വിപണി ഇന്ന് വലിയൊരു കെണിയിലാണ്. ഇലക്ട്രിക് വാഹനങ്ങളും ഗ്രീൻ ടെക്നോളജിയും ഒക്കെയായി ചൈന പുറത്തേക്ക് കയറ്റുമതിയിൽ മിടുക്കരാണെങ്കിലും അവരുടെ രാജ്യത്തിനകത്ത് അവസ്ഥ ഭയങ്കരമാണ്. ചൈനീസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ തകർച്ച അവരുടെ സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തളർത്തി. യുവാക്കൾക്ക് വലിയ ഡിഗ്രികളും ബിരുദങ്ങളുമുണ്ട്. പക്ഷേ അവർക്ക് യോജിച്ച വൈറ്റ് കോളർ ജോലികൾ IT മേഖലയിൽ സൃഷ്ടിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല. ഇതിന്റെ ഫലമായി യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തിയാണ് അവിടെയുള്ളത്. സ്വന്തം നാട്ടിലെ വിപണി മന്ദഗതിയിലായതോടെ ചൈനീസ് ഫാക്ടറികൾ പ്രതിസന്ധിയിലാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണ് അവിടെയുള്ളത്. നേരെ മറിച്ച് ഇന്ത്യയുടെ കാര്യം നോക്കൂ. ദക്ഷിണേഷ്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വിപണിയുടെ കരുത്ത്. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും യുവാക്കളാണ്. പുതിയ ഫോണുകൾ വാങ്ങാനും വസ്ത്രങ്ങൾ വാങ്ങാനും യാത്ര ചെയ്യാനും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മുടെ യുവതലമുറയാണ്. UPIയും കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റും നമ്മുടെ ഗ്രാമങ്ങളെപ്പോലും ഒരു വലിയ വിപണിയാക്കി മാറ്റി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വലിയൊരു പങ്ക് നമ്മൾ തന്നെ വാങ്ങുന്നു. ഇത് നമ്മുടെ ആഭ്യന്തര വിപണിയെ എപ്പോഴും ചലനാത്മകമാക്കി നിലനിർത്തുന്നു. E-commerce രംഗത്തടക്കം വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ സാമ്പത്തിക ഇടപാടുകളാൽ സജീവമാണ്. ഇനി ചൈനയെ നോക്കൂ. അവരുടെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമോ ശേഷിയോ ഇല്ല. പണം ചിലവാക്കുന്നതിനേക്കാൾ അത് കയ്യിൽ വെച്ച് സമ്പാദിക്കാൻ ശീലിച്ചവരാണ് ചൈനക്കാർ. അവിടെ കൃത്യമായ സാമൂഹിക സുരക്ഷാ പദ്ധതികളോ ആരോഗ്യ പരിരക്ഷയോ ഇല്ലാത്തതുകൊണ്ട് നാളത്തെ ആവശ്യത്തിനായി അവർ പണം കയ്യിൽ കെട്ടിപ്പൂട്ടി വെക്കുന്നു. ഇതോടെ വിപണിയിലെ പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നു. പണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടതോടെ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നു. മാത്രമല്ല, അവിടുത്തെ സിംഗിൾ ചൈൽഡ് പോളിസി കാരണം പ്രായമായവരുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടുകയാണ്. ഇവർ പുതിയ കാര്യങ്ങൾക്ക് പണം ചിലവാക്കുന്നില്ല. ചുരുക്കത്തിൽ ഫാക്ടറികളിൽ ഉൽപാദനം നടക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ചൈന. അവിടുത്തെ സർക്കാർ ഫാക്ടറികൾക്ക് മാത്രം മുൻഗണന നൽകിയപ്പോൾ ജനങ്ങളുടെ ഉപഭോഗ ശേഷി കൂട്ടാൻ അവർ മറന്നുപോയി. പണം ജനങ്ങളിലേക്ക് എത്താത്തത് വലിയൊരു തിരിച്ചടിയാണ്. എന്നാൽ ഇന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. സേവന മേഖലയായ IT, ബാങ്കിംഗ്, ടെലികോം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിലൂടെ വലിയൊരു ശതമാനം തുക ശമ്പളമായി ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു. ഈ പണം അവർ വിപണിയിൽ ചെലവാക്കുന്നു. ഈ ചക്രം ഇന്ത്യയുടെ വളർച്ചയെ വേഗത്തിലാക്കുന്നു. ശരിയാണ്, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പൂർണ്ണമായി അവസാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്.
പക്ഷേ ചൈനീസ് മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഒരു ആഭ്യന്തര വിപണി കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. വൻകിട നഗരങ്ങൾ മാത്രമല്ല, ചെറിയ പട്ടണങ്ങളും ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ കുതിക്കുകയാണ്. ഈ വികസനം സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഈ ദശാബ്ദം ഇന്ത്യയുടേതാണ് എന്ന് IMF റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത് വെറുതെയല്ല. ഘടനാപരമായ ഇത്തരം പ്രതിസന്ധികൾ ചൈന നേരിടുമ്പോൾ നമ്മൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ ചൈനീസ് മോഡലല്ല പിന്തുടരുന്നത്. നമ്മുടേതായ ഒരു സാമ്പത്തിക മാതൃകയുണ്ട്. ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള ഈ വളർച്ചാപാത തുടരാൻ കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയെ പോലും തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഡിജിറ്റൽ മൂലധനവുമെല്ലാം വൻതോതിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരന് വലിയ തോതിൽ അവസരങ്ങൾ നൽകുന്നു. സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ കണക്ടിവിറ്റിയും വർദ്ധിച്ചതോടെ വിദൂര ഗ്രാമങ്ങളിലെ യുവാക്കൾക്ക് പോലും ആഗോളതലത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഈ അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കാൻ യുവാക്കൾ പഠിക്കണം. അതുകൊണ്ട് ഇനി ആരെങ്കിലും ചൈനയാണ് എല്ലാം എന്ന് പറഞ്ഞു വന്നാൽ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക. ഡാറ്റ നമ്മളോടൊപ്പമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഈ കരുത്തും ആഭ്യന്തര വിപണിയുടെ പവർ ഹൗസും ശരിയായി ഉപയോഗിച്ചാൽ ലോകത്തിന്റെ തന്നെ നെറുകയിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയും. അതും ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുമായി. അതെ, ഇന്ത്യ കുതിക്കുകയാണ്. ചരിത്രപരമായ ഈ മാറ്റത്തിന് നമ്മൾ ഓരോരുത്തരും സാക്ഷികളാണ്. ഇനിയുള്ള കാലം ഇന്ത്യയുടേതാണ്, അതിൽ ഒരു സംശയവും വേണ്ട. വരും നാളുകളിൽ ഇന്ത്യ കൂടുതൽ കരുത്തോടെ വളരുമെന്നും നമ്മുടെ യുവതലമുറയ്ക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. രാജ്യത്തിന്റെ പുരോഗതിക്കായി നമ്മൾ ഓരോരുത്തരും ചെറിയ തോതിലാണെങ്കിലും സംഭാവന നൽകുകയാണെങ്കിൽ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി തന്നെ മാറും. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് കണക്കുകൾ പറയുന്ന സത്യമാണ്. ചൈന നേരിടുന്ന ഈ ഘടനാപരമായ പ്രതിസന്ധികളൊന്നും ഇന്ത്യയിലില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. ആഗോളതലത്തിൽ ഉൽപാദനക്ഷമതയിലും വികസനത്തിലും ഇന്ത്യ ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നേറുന്നു. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന വികസന കുതിപ്പ് അത്ഭുതകരമായിരിക്കും. സാങ്കേതിക വിദ്യയിലും സേവനങ്ങളിലും ഇന്ത്യയുടെ ആധിപത്യം ഇനിയും വർദ്ധിക്കും. ചൈനീസ് വിപണിയിലെ മന്ദഗതി നമുക്കൊരു അവസരമാണ്. നമ്മൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച, സ്റ്റാർട്ടപ്പുകളുടെ കുതിപ്പ്, IT മേഖലയുടെ കരുത്ത്, ഇതെല്ലാം നമ്മളെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കും. നമ്മൾ ഓരോരുത്തരും ഈ വളർച്ചയുടെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ഇവിടെ കെട്ടിപ്പടുക്കുന്ന ഈ അടിത്തറ നാളെയുടെ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ത്യയുടെ കുതിപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.